കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലി നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുവേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുവേ. ഭൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഇപ്പോൾ തിരുവചനത്തിൽ നിന്ന് ചില വേദപ്രാർത്ഥനകൾ വായിക്കുന്നതായിരിക്കും. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർദ്ദിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ഉരിയുവാനല്ല, മർദ്ദമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ളതായ വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും
ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. സ്തോത്രം. ദുഷ്ടന്മാരുടെ സാക്ഷ്യം നിൽപ്പാൻ എന്നോട് സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു. എൻ്റെ മാതാവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ചില വാക്കുകൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. പല സ്ഥലങ്ങളായി എൻ്റെ മാതാവ് പോയിട്ടുണ്ടെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ വന്ന് അന്തരീക്ഷം കൊള്ളുവാൻ സഹായത്തിനായി എന്നോട് സ്തോത്രം. തക്ക സമയത്ത് എനിക്ക് വന്ന് കാണുവാനും എൻ്റെ മാതാവിനെ ഒരു ദിവസം ശുശ്രൂഷിപ്പാനും എന്നെ സഹായിച്ചു. ഒരു പ്രാർത്ഥനാഭീതിയായിരുന്നു എൻ്റെ മാതാവ്. ഏത് കാര്യവും ദൈവസന്നിധിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്റെ ചെറുപ്രായം മുതൽ തന്നെ ഞാൻ എപ്പോ നോക്കിയാലും പ്രാർത്ഥിക്കുന്ന അനുഭവം. ഇച്ചിരി പോയാലോടെ പ്രാർത്ഥിക്കും. വെറുതെ ഇരിക്കുമ്പോഴും ദൈവത്തോടെപ്പോഴും പ്രാർത്ഥിക്കും. ഏത് പ്രയാസം വന്നാലും കണ്ണു നിലവിളിക്കുന്നതിനപ്പോ എവിടെ നിന്നില്ല ഏത് സമയത്തും മാറാവെപ്പോഴും കണ്ണു നിലവിളിക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക് കാണുവാനുള്ളത്. പലമായ കഷ്ടങ്ങൾ വന്നിട്ട് എന്റെ മാതാവ് പിടിച്ചു നിന്നു. പലപ്പോഴും രോഗിയായി തീർന്നതിലും എന്റെ മാതാവിൽ നിന്നുള്ള ആ വിടുതല കാണുവാൻ എനിക്ക് സഹായിച്ചു. പലപ്പോഴും എന്റെ മാതാത്മാവിലാവുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തന്നെ വ്യാഴാഴ്ച ഞാൻ വന്നെങ്കിലും 3 മണി രാത്രി 3 മണിയായ സമയത്ത് നിർമ്മലാത്മാവിലാകുകയും പ്രാർത്ഥിക്കുകയും ഉറക്ക സ്തോത്രം പറയുകയും 1 മണിക്കൂർ സ്തോത്രം ചെയ്തു. കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് 3-4 ദിവസം തന്നെ നമ്മൾ അനങ്ങാതെ കഴിഞ്ഞെങ്കിലും മരിക്കുന്ന 1 മണിക്കൂർ മുമ്പ് കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ഉറക്കെ പറയുന്ന അവസ്ഥ കേൾക്കും. ഞാനടുത്ത അയൽപക്കത്തുള്ളവരെല്ലാവരും കേൾക്കുന്നു. എന്റെ മാതാവ് എന്ത് സംഭവിക്കുമോ എന്നുള്ളത് ഭയമായിരുന്നു എനിക്ക്. ഞാൻ എന്റെ പ്രേമിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞ് ചേരുവാൻ സഹായിച്ചു. കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് അത് മാത്രമാണ് എന്റെ ചെവിയിൽ കേട്ടത്. മാതാവിനെപ്പോലെ ഒരു ഭാഗ്യം എനിക്ക് തരണം. എന്റെ കുടുംബത്തിന് ഓരോരുത്തർക്കും കൊടുക്കണം. ആ നല്ല മാതൃയെ പിൻപറ്റി എപ്പോഴും ദൈവസ്ഥിതി ഞാനുമായി തരണം. എന്റെ മാതാവിന്റെ മാതാവും ഇതുപോലെ പ്രാർത്ഥനയിലായിരുന്നു. നല്ല പോർപ്പൊരുതി. അതുപോലെ എന്റെ മാതാവ് നല്ല പോർപ്പൊരുതി. നല്ലൊരു അടക്കാരായ മാതാവിനെ കൊടുത്തു. നല്ലൊരു വിശ്വാസം കൊടുത്തു. ഞാനും ആ പാരമ്പര്യമായി തരുവാനും എന്റെ കുടുംബത്തിന് ഓരോരുത്തരായി തരുവാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥന ചോദിച്ചു. എന്റെ സാക്ഷ്യം സ്തുതിക്കുന്നു. ഞാനും മാതാവുമായിട്ട് ഏകദേശം 20 വർഷത്തോളം കാലമായി എന്നെ ഇത്രത്തോളം വാത്സല്യത്തോടെ സ്നേഹിച്ച ഒരു മാതാവാണ്. ഒരു മരുമകനായിട്ടല്ല, ഒരു മകനായിട്ടാണ് എന്നെ കണ്ടത്. എപ്പോഴും പ്രാർത്ഥനയിലും എപ്പോഴും ഓർക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഈ കഴിഞ്ഞ മെയിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു വിവാഹ സംബന്ധമായിട്ട് കുടുംബം അവർ മുമ്പേ വരികയും ഞാൻ ഒരാഴ്ച കഴിഞ്ഞാണ് വന്നത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ രാവിലെ കേരള ആൾക്കാരൊക്കെ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു, മോനെ ട്രെയിനിൽ നിന്ന് ആഹാരമൊന്നും കഴിക്കണ്ട, ഞാൻ കൊണ്ടുവരാന്ന്. വയ്യാണെങ്കിലും തക്ക സമയത്ത് ഓടി വരികയും ആഹാരം തരികയും അങ്ങനെ ശുശ്രൂഷിക്കുകയും അങ്ങനെ വാത്സല്യത്തോടെയാണ് ഓരോ നിമിഷവും അടിയനെ കണ്ടിരുന്നത്. മാതാവിനെ കുറിച്ച് പറയാനാണെങ്കിൽ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ്. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ അടിയങ്ങൾ വിവരങ്ങൾ പറയുമ്പോൾ
അത് വെച്ച് പ്രാർത്ഥിക്കാം. അന്നേരം പറയും, മോന് വിശ്വാസത്തോടെ ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ ഏത് കാര്യവും അമ്മ വിശ്വാസത്തോടെ ദൈവഹിതത്തിന് കൊടുക്കാൻ പറയും. അങ്ങനെ ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയും. അങ്ങനെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ എല്ലാം അമ്മയുടെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അലർന്ന സിംഹം പോലെ ദുഷ്ടശക്തികൾ പ്രവർത്തിച്ചപ്പോഴും ദൈവം അമ്മയ്ക്ക് പരിപൂർണ ഒരു വിജയം, അവിടെ എല്ലാം ശത്രുക്കളുടെ മുമ്പിൽ ഒരു വിജയത്തിന്റെ കോട്ട കെട്ടുവാന് പ്രിയ മാതാവിന് സഹായിച്ചു. 2-3 മാസക്കാലം ഡൽഹിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. സന്തോഷത്തോടായിരിക്കാനും അവിടെ തണുപ്പായതിന്റെ പേരിൽ തിരിച്ചു വരാൻ പെട്ടെന്ന് നീ പോരുന്നു. 2-3 മാസത്തിന് മുമ്പ് വീണ്ടും ഞാൻ അമ്മയെ അച്ഛനോടെ വന്നവിടെ ഞങ്ങളോട് നിൽക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലല്ല, കാരണം ബലഹീനപ്പെട്ടു പോയി. എങ്കിലും അടിയന്റെ ഒരു ആഗ്രഹം അമ്മ അച്ഛനും കൂടെ വന്ന് കുറച്ച് ദിവസം നിൽക്കണമെന്നായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി സമയങ്ങളുണ്ടല്ലോ, ഇത്രയും പെട്ടെന്ന് അടിയങ്ങളെ വിട്ട് കടന്നു പോകുമെന്ന് അടിയൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പോൾ വയ്യാതായപ്പോൾ തന്നെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞില്ല, മോളെ വിളിച്ചു പറഞ്ഞു, പപ്പയോട് പറ മമ്മി ഒന്ന് വിടാന്. അപ്പൊ ഞാൻ എന്നോട് മേടിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഒരു ബോട്ട് വന്നതല്ല ഉള്ളോ എന്ന്. ഇപ്പൊ ഉടനെ പോകുന്ന എങ്ങനെയാ? എന്നാൽ അച്ഛൻ ഇത്രത്തോളം രോഗമാണെന്നുള്ള ഒരു അച്ഛനും അറിയത്തില്ലായിരുന്നിരിക്കാം. പക്ഷെ ആ വിവരം എന്നോട് പറഞ്ഞില്ല. ജെസ്സി എന്നെ വിളിച്ച് പറയുക, അമ്മയെ ഒന്ന് വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവളെ വിടുകയും അവൾക്ക് വന്ന് ഒരു ദിവസമെങ്കിലും അമ്മയെ ശുശ്രൂഷിക്കാനുള്ള കൃപ ദൈവത്തിൽ വന്നു. എന്നാൽ എനിക്കൊന്ന് സംസാരിക്കാനോ ജീവനൊന്ന് കാണുവാനോ പ്രിയമാതാവ് കഴിഞ്ഞില്ല. മാതാവ് ഇത്രത്തോളം അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ മക്കൾക്ക് വേണ്ടിയും കരഞ്ഞു പ്രാർത്ഥിച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങളും നേടിക്കൊടുക്കുന്ന ഒരു മാതാവായിരുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് കാരണം പ്രിയ മാതാവിന്റെ കണ്ണീരോടുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ 2 കാര്യം എപ്പോഴും പറയും. ഒന്ന്, ജീവിതത്തിൽ ഏത് കാര്യവും ദൈവ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. 2, പ്രത്യാശയോടെ ജീവിക്കുക. പ്രിയ മാതാവ് ജീവിതാന്ത്യത്തോളം ജനനം മുതൽ മരണം വരെയും വിശ്വാസത്തിൽ നിലനിന്ന് പ്രത്യാശയോടെ ജീവിച്ചു. എപ്പോഴും എന്നോട് പറയായിരുന്നു, മോനെ പ്രത്യാശയോടെ ജീവിക്കണം. അങ്ങനെ പ്രത്യാശയോടെ ജീവിച്ച് നല്ലൊരു അന്ത്യം പ്രാപിക്കാൻ പ്രിയ മാതാവിന് കഴിഞ്ഞു. ആ പ്രിയ മാതാവിന്റെ നല്ല സ്വഭാവങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകണം. അങ്ങനെ പ്രത്യാശയോടെ അടിയങ്ങളും അന്ത്യം പ്രാപിപ്പാൻ കർത്താവിന്റെ കാഹളം ഊതുമ്പോൾ ആ മരണപ്പെട്ട പ്രിയ മാതാവിനോടൊപ്പം അടിയങ്ങൾ കാണപ്പെടുവാൻ നിങ്ങളെല്ലാവരും അടിയനോട് എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാമലിംഗരെ വന്ന ശേഷം നിനക്ക് വേണ്ടിയാണ് സാധാരണ രീതിയിൽ സുഖമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് 2-3 ദിവസത്തേക്ക് മാറും എന്നുള്ള ചിന്താഗതി എനിക്ക് നീ വിളിച്ചു പറഞ്ഞ ശരി ഇതിന് നമുക്ക് സുഖമില്ല. ഞാൻ പറഞ്ഞ 2 ദിവസം മാറും, ഇത് സ്ഥിരം വരുന്നതല്ലേ. ഞായറാഴ്ച രാവിലെ ഞാൻ വിളിച്ചു, പിന്നെ നീ ജെസ്സിയെ വിളിക്കൊണ്ട് വന്നു, അത്യാവശ്യം വന്നു. ഞാൻ പറഞ്ഞു തൊട്ട് സ്കൂൾ അന്വേഷിച്ച് ചെയ്യാം, എനിക്കൊരു സുഖമില്ല, അങ്ങനെ യാത്ര കഴിഞ്ഞ് വന്നാൽ വൈകിട്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഞാൻ പോകാം എന്ന് പറയും. ജെസ്സി ഞായറാഴ്ച വൈകുന്നേരം വന്നു. അമ്മയെ നോക്കി അമ്മ പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞു. ജെസ്സി എന്നെ വിളിക്കുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് സൺഡേ സ്കൂൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 5 മണി ആയി.
ഞാൻ 8 മണിയോട് വീട്ടിലെത്തി. 8 മണിക്ക് എന്നെ കണ്ടല്ലോ ഒരു പ്രത്യാശയും കണ്ടത് എഴുന്നേറ്റ് എന്നോട് അടുത്തിരിക്കുകയും മക്കളെല്ലാം വിളിച്ചെടുത്തിരുത്തി നമ്മുടെ സ്ഥലേ അവരുടെ ഒരു അടുത്തെഴുതി മക്കളെ വിളിക്കുകയും അയാള് 13 തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മേഴ്സി വരുന്നതായി അറിഞ്ഞു. മേഴ്സി ചൊവ്വാഴ്ച നിങ്ങളോട് തിരിച്ചു പോകും. ബുധനാഴ്ച രാവിലെ വെളുപ്പിന് എറണാകുളത്തോട് പോകുന്ന വഴിക്ക് വെളുപ്പിന് ഞാൻ 5 മണിയാകുമ്പോൾ വീട്ടിൽ തിരിച്ച് 6 മണി 6:15 മണിയാകുമ്പോൾ വീട്ടിലെത്തി. വീണ്ടും അവനിക്ക് വന്ന് ദിവസം പറഞ്ഞു മയങ്ങുവാർന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് എന്നോടടുത്തിരുന്ന് എന്നോട് ചാരി ഇരുന്നിട്ട് ചൂടുവെള്ളം എല്ലാം വാങ്ങിച്ചു കുടിക്കുമ്പോൾ കുറച്ച് ശബ്ദത്തിലെങ്കിലും ഛർദി എന്ന രീതിയിൽ കാമെങ്കിലും തുപ്പി കുറച്ച് കഴിക്കുന്നതിന് ഒരാഴ്ചപ്പോൾ പാലിനകത്ത് ഇച്ചിരി വെള്ളം കുടിക്കുന്നതിന് 2 ദിവസമായി എന്ന് പറയും. അങ്ങനെ ഞാൻ ഒരാഴ്ചപ്പോൾ ഇനി കൊടുക്കുകയും അത് എന്നോട് കഴിച്ച് വാങ്ങിച്ചു കുടിക്കുകയും എന്നോടടുത്ത് ഒരു അരമണിക്കൂടെ ചാരി ഇരുന്ന് സ്വതന്ത്രം സ്വതന്ത്രം എന്ന് പറയുകയും സ്വതന്ത്രം സ്വതന്ത്രം എന്ന് പറയുകയും ചെയ്തു. ഞാൻ തിരികെ നടന്നു പോയതുകൊണ്ട് ജനറേറ്റർ പോവുകയും ചെയ്തു. രാത്രി വ്യാഴാഴ്ച വെളുപ്പിനായിരുന്നു വിളിക്കുന്നു. അവനെ നീ പെട്ടെന്ന് വരണം. 3:30 മണിയാകുമ്പോൾ എനിക്ക് പോകേണ്ടത്. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വണ്ടി ഓടിച്ച് എറണാകുളത്ത് വരാൻ പറ്റാത്ത അവസ്ഥയായി. അവിടുത്തെ ജോൺസൺ പാസ് പോകാത്ത ഒരു ഡ്രൈവറെ കിട്ടി അങ്ങനെ ഓടി വന്നപ്പോൾ തന്നെ അമ്മ പോകുന്നപ്പോൾ കാലിന് ചേർന്നു. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നല്ല അവകാശം പ്രാപിക്കാൻ സഹായിച്ചു. ഞങ്ങൾ കുടുംബമായി ഈ അമ്മയോട് ചേർന്ന് നിന്ന് അമ്മ എനിക്ക് നാളെ മുതൽ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ വളർത്തി. ഈ മാതൃകയിൽ ഇന്ന് അവസാനം വരെയും അമ്മ ലോകശാന്തിക്ക് വേണ്ടി നല്ല രീതിയിൽ നല്ലൊരു അവസാനം പ്രാപിക്കാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ അത് കണ്ട് പാട്ടത്തോടും ഞങ്ങളെ സഹായിക്കണം. കൂട്ടായ്മയിലായിരുന്നു. ഞാൻ ആ കൂട്ടായ്മയിലാണ് ഇതിൻ്റെ സ്പെഷ്യലിൽ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്. എനിക്ക് മാതാവിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാതാവിൽ കണ്ടതായ ചില പ്രത്യേകതകൾ ഞാൻ ദൈവസഭയുടെ മുമ്പാകെ പറയുകയാണ്. ഏത് വിഷയങ്ങളുടെയും മുഖത്ത് മാതാവ് രാത്രിയുടെ യാമങ്ങളിലൊക്കെയും ഇന്ന് കരുതി ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു കണ്ണീരിൻ്റെ ഒരു വലിയ അനുഭവം ഞാൻ മാതാവിൽ കാണുവാനിടയായിത്തീർന്നു. ആരുടെ വിഷയങ്ങളും തൻ്റെ വിഷയങ്ങളായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതായ ഒരു അവസ്ഥ ഞാൻ ആ പങ്ക് കടന്നു വരുന്ന സമയത്തൊക്കെ ധാരാളം ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാണുവാൻ എൻ്റെ ജീവിതത്തിലായിത്തീർന്നു. സ്തോത്രം. അതുപോലെ വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നതിനും അവർക്ക് ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നതിനും വളരെ മാതാവ് തൽപരയായിരുന്നു. ഞാൻ തന്നെ പലപ്പോഴും അതിശയിച്ചു പോകാറുണ്ട്. അതുപോലെ വിശുദ്ധന്മാർ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നതായ ഗ്ലാസുകളായ അവർക്ക് കൊടുക്കുന്ന പാത്രങ്ങൾ ഓരോന്നും മാതാവ് അത് സെപ്പറേറ്റ് വെച്ച് അതിലേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു എനിക്കും അത് കണ്ട് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ അഥവാ എടുക്കുകയാണെങ്കിൽ മാതാവ് എല്ലാ വിശുദ്ധന്മാർ കൊടുക്കുന്ന പാത്രങ്ങളാണ്, ഗ്ലാസുകളാണ്. അത് ക്ഷമ അത് മറ്റാരും ഉപയോഗിക്കുക അവർക്ക് തന്നെ കൊടുക്കാനാണ്. അങ്ങനെയൊക്കെ എനിക്ക് ഞാൻ കാണാത്തതായ ഒരു വിശേഷത മാതാവിൽ കാണുവാൻ ഇവിടെയാക്കി തീർക്കും. മാതാവിൻ്റെതായ മാതാവിൽ കണ്ടതായ ആ പ്രാർത്ഥനാ ജീവിതം ഈ നാളുകളിൽ എൻ്റെ ജീവിതത്തിലും ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ ആക്കിക്കൊണ്ടിരിക്കുന്ന നാളെ ദൈവത്തെ സ്തുതിക്കുന്നു. മാതാവ് എന്താഗ്രഹിച്ചോ അതുപോലെ തന്നെ ദൈവം തന്റെ ജീവിതത്തിൽ നിവൃത്തിയാക്കിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാതാവ് കാണിച്ചതായ നല്ല പ്രവൃത്തികളെ പിൻപറ്റിക്കൊണ്ട് അടിയങ്ങളും ജീവിപ്പാനും ദൈവം ഞങ്ങൾക്ക് വിശേഷമായ കൃപ തരേണ്ടതിനായി വിശുദ്ധന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു.
കഴിഞ്ഞ ഒരാഴ്ച കാലമാണ് അമ്മ പെട്ടെന്ന് സ്വപ്നങ്ങളായത്. കഴിഞ്ഞ ആഴ്ചൻ്റെ അങ്ങേ വ്യാഴാഴ്ച കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് അമ്മയോടെ അനേകം സന്തോഷമായിട്ട് ഒത്തിരി നേരം സംസാരിക്കാൻ സഹായിച്ചു. പ്രത്യാശയോടെ ഒരിക്കലുമില്ലാത്ത ഒരു സന്തോഷം അന്ന് നമ്മുടെ ജീവിതത്തിൽ സംസാരിച്ച് മനസ്സിലാവാൻ സഹായിച്ചു. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച വിളിച്ചില്ല, ശനിയാഴ്ചയാണ് വിളിച്ചത്. ശനിയാഴ്ച വിളിച്ചത് എൻ്റെ മൂത്ത സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മയ്ക്ക് ഒട്ടും വയ്യ, പെട്ടെന്ന് വിളിക്കുകയും അമ്മയ്ക്ക് ഒട്ടും വയ്യ. ഞാൻ ഒന്ന് അപ്പച്ചനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒട്ടും വയ്യ കിടക്കാം. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വരണോ വരണ്ട പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ എനിക്ക് എൻ്റെ അമ്മേച്ചനോട് കാണുവാൻ കഴിഞ്ഞില്ല. വെള്ളിയാഴ്ച വെളുപ്പിന് 2:30 അതിനുമുമ്പ് 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ച് സംസാരിച്ചു. 2-3 പ്രാവശ്യം സംസാരിക്കാൻ ചോദിക്കുകയെങ്കിലും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഭാരപ്പെട്ട് ഞാൻ അച്ഛൻ്റെ വീണ്ടും വിളിച്ചപ്പോൾ അടുത്തത് ശ്രമിച്ചത് പ്രത്യാശയോടെ ഒന്നും ഭാരപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രത്യാശയോടാണല്ലോ വിശ്വാസത്തിന് വേണ്ടി വിളിച്ച്. അമ്മയുടെ വിശ്വാസം പോയി പോകാതെ ആ വിശ്വാസത്തിന് വേണ്ടിയാണല്ലോ മരിച്ചത്. ലോകത്തിൽ സ്വർഗം എത്ര വലിയ ലാഭമാണ്.